മലയാള സിനിമയുടെ ഭാവിയവനിലൂടെ കണ്ടൊരു കാലമുണ്ടായിരുന്നു. കളക്ഷന്റെ കാര്യത്തിൽ മലയാള സിനിമയുടെ എക്കാലത്തെയും അഭിനയകുലപതി സാക്ഷാൽ മോഹൻലാലിനെ വരെ പിന്തള്ളിയിരുന്ന ഒരു ഭൂതകാലമുണ്ടായിരുന്നു. പ്രിന്റുകൾ ഇറങ്ങാതിരുന്നെങ്കിൽ ഒരുപക്ഷേ പുലിമുരുകൻ മുമ്പ് 100 കോടി എത്തുന്ന ആദ്യ മലയാള സിനിമ ഇവന്റേതാകുമായിരുന്നു. കറുത്ത ഷർട്ടും വെള്ളമുണ്ടുമെന്ന ട്രെൻഡ് സെറ്റ് ചെയ്തതേ ഇവനായിരുന്നു. കേരളത്തിന്റെ അതിർത്തിവരമ്പുകൾ ഭേദിച്ച് തമിഴ്നാട്ടിലും ഇത്രത്തോളം ഫാൻ ബേസ് ഉണ്ടാക്കുന്ന ആദ്യ മോളിവുഡ് നടനിവനായിരിക്കും. പക്ഷേ ആ ചൈത്ര യാത്രക്കിടയിൽ അവൻ എന്തൊക്കെയോ സംഭവിച്ചു. പയ്യെ അവന്റെ സിനിമകൾ പരാജയമാവാൻ തുടങ്ങി. ഇപ്പോൾ ഇന്നിതാ അവന്റെ സിനിമകളെ ഇല്ലാതായിരിക്കും. എന്തൊക്കെയാണെങ്കിലും അവൻ തുടങ്ങിവച്ചതിന്റെ ഒരു കനലിപ്പോഴും ഇവിടെ കിടന്നെരിയുന്നു. ആ കനൽ ഊതി കത്തിക്കാനവൻ തിരിച്ചുവരുമെന്ന് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നൊരു പറ്റം സമൂഹമുണ്ടിവിടെ. മലയാള സിനിമയുടെ എക്കാലത്തെയും സൂപ്പർ ഹീറോയായ അവനാണ് നിവിൻ പോളി. എനിക്ക് നിങ്ങളോടൊന്നേ പറയാനുള്ളൂ, നിങ്ങളുടെ തിരിച്ചുവരവിനായി കാത്തിരിക്കുന്ന ഒരു കേരളക്കരയുണ്ടിവിടെ.